ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതിലേക്ക് 2 വലിയ ഉള്ളി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ച് കൊടുക്കാം. നന്നായി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷാക്കിയത് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ഒരു 5-6 വെളുത്തുള്ളിയിൽ ഒരു കഷ്ണം ഇഞ്ചിയുമാണ്. അതിനുശേഷം കറിവേപ്പില ചെറിയ പീസാക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. മൊത്തത്തിലങ്ങ് മിക്സാക്കി കൊടുക്കണം. ഒരു അടിപൊളി സ്നാക്സാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം മൂടി തുറന്ന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ക്രഷാക്കിയത്, 1/4 ടീസ്പൂൺ ഗരം മസാല മൊത്തത്തിൽ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ക്രഷാക്കിയ ബീഫാണ്. 4 വിസിലിട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്തത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മല്ലിയില കൂടി കുറച്ച് ചെറിയ ചെറിയ പീസാക്കി ഇത് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ അങ്ങ് മിക്സാക്കിയിട്ട് ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഞാൻ കുറച്ച് സമൂസ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഫ്രീസറിൽ നിന്ന് ഒരു 5 മിനിറ്റ് മുന്നേ എടുത്തു വെച്ചതാണ്. ഓരോ സമൂസ ഷീറ്റും പകുതി ആക്കി കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ആക്കി വെക്കണം. 4 മുട്ട പൊട്ടിച്ചിട്ട് മിക്സിയിൽ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി അടിച്ചെടുത്തിട്ട് വരണം. ഇത്രയും മതി. ഒരു തവയിലേക്ക് 2 കൈയിലോളം ഈ മുട്ട മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓരോ സമൂസ ഷീറ്റും ഇതിലേക്ക് മുക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. മൊത്തത്തിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇറച്ചി മസാലയില്ല അത് വെച്ച് കൊടുക്കണം. ഇതേപോലെ തന്നെ ലെയറായി ചെയ്യണം. എത്രത്തോളം ഈ ഇറച്ചി മസാല തീരുന്ന അത്രയും വരെ ഇത് ചെയ്യണം. ഒട്ടിപ്പിടിക്കണം. ഒരു സമൂസ ഷീറ്റ് വെച്ചതിൻ്റെ അടുത്ത് തന്നെ മറ്റേ സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കണം. ഹോൾസ് ഉണ്ടാവരുത്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തു കൊടുക്കണം. ഈ ഇറച്ചി മസാല തീരുന്നത് വരെ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അടിയിലൊരു മൂടിയോ ഒരു ദോശക്കല്ലോ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടി. സാധാരണ ഇറച്ചിപ്പത്തിരി ഇല്ലേ, അതിനേക്കാളും ചട്ടിപ്പത്തിരിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ്. മൊത്തത്തിൽ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. തീരുന്നത് വരെ, മസാല തീരുന്നത് വരെ. ഈ സമൂസ ഷീറ്റ് നേരിട്ട് വെച്ച് കൊടുക്കരുത്. ഈ മുട്ട മിക്സിലേക്കൊന്ന് മുക്കണം. അടിയിൽ നമ്മ ആദ്യം തന്നെ മുട്ട മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നില്ലേ, അതേപോലെ മുകളിലും ബാക്കിയുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കണം. മൊത്തത്തിലങ്ങ് സൈഡ് ഭാഗവും മൊത്തത്തിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഒരു 45 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ നോക്കണം. അതിനുശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പവുമാണ്, ടേസ്റ്റിയുമാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.